ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രണ്ടാം തവണയാണ് ഞാനിപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് 2.5 വർഷക്കാലം പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള അവസരം ലഭിച്ചു. ഇപ്പോഴത്തെ വി ഡി സതീശൻ ഗവൺമെൻറ്റിലാണ് ഇപ്പോൾ വീണ്ടും ആഭ്യന്തരമന്ത്രിയായി ഞാൻ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് കേരളത്തിലെ SP-മാർ മുതൽ മുകളിലോട്ടുള്ള എല്ലാ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് ഇന്ന് ചേർന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തത്. കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളെയും കാര്യങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറി ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം ഗുഡ് മോർണിംഗ് പറയും, നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി സൂക്ഷിക്കാൻ ഉള്ള നടപടികൾ ആരംഭിക്കും. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ, വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള പോലീസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ DGP സ്വീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ മാറ്റമുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഏതൊരു വ്യക്തിയെയും കുറ്റവാളിയായിട്ടല്ല കാണുന്നത്. അവർക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സമചിത്തതയോടെ കേൾക്കാനും അത് പരിഹരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നവരെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും കേരള പോലീസ് ഇനി മുതൽ പ്രവർത്തിക്കുന്നത്.